അതെ, പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയ ഈ സംഭവം ശരിക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് ക്രേവിങ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്ക് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറച്ച് ഡേറ്റ്സ് എടുത്ത് കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ച് കുറച്ച് നേരം തണുക്കാൻ വെക്കുക. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ഇത് ഹെൽത്തി ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ നമ്മൾ മൈദയോ ഷുഗറോ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് റോൾഡ് ആയിട്ടുള്ള ഓട്സ് ഫൈൻ ആയിട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് കട്ട പിടിക്കാത്ത സാധനം നമുക്ക് കിട്ടും. ശേഷം കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ടോപ്പിംഗ്സ് ആയിട്ട് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എന്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഒരു ഫോയിൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ തട്ടി കൊടുക്കുകയാണെങ്കിൽ ഇടയിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയിട്ട് നല്ല കറക്റ്റ് ഷേപ്പ് ആയിട്ട് നമുക്ക് കിട്ടുവേ. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് ഇത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം മുറിക്കുക കേട്ടോ. എനിക്കിവിടെ കുറച്ച് ആക്രാന്തം കൂടിയിട്ട് ഞാൻ ചൂടോടെ തന്നെ മുറിച്ച് കഴിച്ചായിരുന്നേ. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റാണ്. ഇതും ഷുഗർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല. ഡയറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് പ്രസന്റ് ചെയ്യാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി നാളെ.